الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ റമദാനു ശരീഫിലെ ഈ വെള്ളിയാഴ്ച, നാലാമത്തെ വെള്ളിയാഴ്ച, റബ്ബിന്റെ വലിയ നിഅമത്ത് കൊണ്ട് നമുക്ക് ജുമുഅക്ക് ഒരുമിച്ച് കൂടാനും ഈ ശ്രേഷ്ഠമായ സമയത്ത് അള്ളാഹുവിന്റെ പള്ളിയിൽ ചെലവഴിക്കാനും പടച്ച റബ്ബ് അവസരം തന്നു. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചകളിൽ നമ്മുടെ പതിവ് ഒരല്പനേരം സംസാരിക്കുകയും യാസീൻ ഓതി നമ്മുടെ ഖബറാളികൾ, മരിച്ചുപോയ ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ദുആയും, അള്ളാഹു അത് ഏറ്റവും വലിയ ഒരു വിലപിടിപ്പുള്ള ഒരു സ്വത്തായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഖബറാളികൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയാലും ഇങ്ങനെയുള്ള നല്ല സദസ്സുകൾ അതൊക്കെ നിലനിന്നാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഖബറിടത്തിലേക്കും ഒഴുകി വരുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഒന്നായിരിക്കും. ഇന്നത്തെ വിഷയം ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അധികാരം എന്നതാണ് ഇന്നത്തെ വിഷയം. ഓരോ ദിവസങ്ങൾ ഓരോ വിഷയങ്ങൾ നൽകുകയും അതിനെക്കുറിച്ച് ഒരൽപ്പമൊക്കെ പഠനം നടത്തുകയും പറയുകയും പഠിക്കുകയും ചെയ്യുക. അത് ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട്, വെള്ളിയാഴ്ചയും സുലൈമാൻ നബിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടായതുകൊണ്ടല്ല അങ്ങനെ വിഷയം നിശ്ചയിച്ചത്. സാന്ദർഭികമായി ഓരോ ദിവസത്തേക്ക് ഓരോ വിഷയങ്ങൾ വെച്ചപ്പോൾ അങ്ങനെ ആയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം, പരിശുദ്ധമായ ഖുർആനിൽ 17 ആയത്തുകളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകത്ത് ഭരണം നടത്തിയ ചക്രവർത്തിയായിരുന്നു, ഭരണാധികാരിയായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ വളരെ മഹാത്ഭുതത്തോടുകൂടി അവതരിപ്പിച്ച ചരിത്രശകലങ്ങൾ 7 സൂറത്തുകളിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചർച്ചകൾ വരുന്നുണ്ട്. 7 സൂറത്തുകളിൽ 17 ആയത്തുകളിൽ പേരെടുത്ത് പറഞ്ഞതാണ്. ആകെ 17 ആയത്തുകളിലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുള്ളൂ എന്നല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞത് 17 ആയത്തുകൾ. അതിനേക്കാൾ കൂടുതൽ ആയത്തുകളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു. 7 സൂറത്തുകളിൽ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം നിറഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ ഗൗരവത്തോടുകൂടെ ആ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്? മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ലോക ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപക്ഷെ വലിയ മഹാത്ഭുതങ്ങളായി നമുക്ക് തോന്നുന്ന ചരിത്ര സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ലോകം ഭരണം നടത്തിയത് 4 ആളുകളാണ്. ലോക ചക്രവർത്തിമാർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടവർ. ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഭരണം നടത്തിയതല്ല. ലോകം അടക്കിവാണ ചരിത്രത്തിലെ 4 ഭരണാധികാരികളെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി. മലിക്കുൽ അർള് അർബഅ മുഅ്മിനാനി വ കാഫിറാൻ, 2 ആളുകൾ മുഅ്മിനീങ്ങളും 2 ആളുകൾ കാഫിരീങ്ങളും.
ലോകം മുഴുവൻ അടക്കിവാണ് ചക്രവർത്തിമാർ. രണ്ടാളുകൾ മുഅ്മിനീങ്ങളായ ഭരണാധികാരികൾ, രണ്ടാളുകൾ കാഫിറുകളായ ഭരണാധികാരികൾ. വഅമ്മൽ മുഅ്മിനാൻ, മുഅ്മിനീങ്ങളായ രണ്ട് ഭരണാധികാരികൾ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം വദുൽഖർനൈൻ, ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹിസ്സലാമും ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. ഈ രണ്ട് മുഅ്മിനീങ്ങൾ രണ്ട് മഹാന്മാരാണ്. വഅമ്മൽ കാഫിറൻ, രണ്ട് കാഫിറുകൾ ഫന്നമ്രൂദ് ബിൻ കൻആൻ, ഒന്ന് നമ്രൂദാണ്, കൻആന്റെ മകൻ നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി. മറ്റൊന്ന് ബുഖ്തുനസർ, ബുഖ്തുനസർ എന്നറിയപ്പെട്ട ഭരണാധികാരിയാ. ഫിർഔൻ പോലും ലോക ഭരണാധികാരിയായി അറിയപ്പെട്ടിട്ടില്ല. ഫിർഔൻ ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു. ഫിർഔനേക്കാൾ അധികാരമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. അല്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാം അഹങ്കരിച്ചിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ഭരണാധികാരിയായി പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നബിയാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു നബിയെ അള്ളാഹു ഭരണാധികാരിയാക്കുകയല്ല ചെയ്തത്, ഭരണാധികാരിയെ നബിയാക്കുകയാണ് ചെയ്തത്. ഒരാൾ ആദ്യം തന്നെ നബിയാണ്. നബിക്ക് ഭരണാധികാരം കൊടുത്താൽ പിന്നെ ആദ്യം തന്നെ നബിയാണല്ലോ. ആ നബിയായ ഒരാള് പിന്നെ ഭരണാധികാരിയായാൽ അയാൾ വഴിവഴച്ചു പോകൂല. ഭരണാധികാരിയായ ഒരാൾ അയാൾ നബിയായി. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം മഹാനവറുകൾ അധികാരം നേടുന്നത് 13ാമത്തെ വയസ്സിലാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം 53 കൊല്ലമാണ് ദുനിയാവിലാകെ ജീവിച്ചത്. 53 കൊല്ലം 53ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. 13ാമത്തെ വയസ്സിൽ ഭരണാധികാരിയായി അധികാരം ഏറ്റെടുത്തു. 40 കൊല്ലം ഭരണം നടത്തി. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം ആരായിരുന്നു? പിതാവ് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനാണല്ലോ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ആരായിരുന്നു ദാവൂദ് നബി? ദാവൂദ് നബി എങ്ങനെയാ നബിയായത്? ദാവൂദ് നബി അലൈഹിസ്സലാം ആദ്യം ഒരു പട്ടാളക്കാരനായിരുന്നു. കേവലം ഒരു പട്ടാളക്കാരൻ. ബഹുമാനപ്പെട്ട മഹാനായ താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വലിയ ഒരു പട്ടാള സംഘത്തിലെ പട്ടാളക്കാരൻ. 70,000 പട്ടാളക്കാരോടുകൂടെ ജാലൂത്തിന്റെ പട്ടാളത്തെ തോൽപ്പിക്കാൻ വേണ്ടി 2 ലക്ഷം വരുന്ന കുഫാറിന്റെ നേതാവാണ് ജാലൂത്ത്. ജാലൂത്തിന്റെ പട്ടാളത്തെ തോൽപ്പിക്കാൻ വേണ്ടി താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തില് 70,000 മുഅ്മിനീങ്ങളായ പട്ടാളക്കാർ പോവുകയാണ്. ചിന്തിക്കണം, മനസ്സിലാക്കണം. ചരിത്രത്തിൽ ഭരണാധികാരികൾ കഴിഞ്ഞുപോയി പലതും, ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ പലതും കഴിഞ്ഞുപോയി. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ സംഭവമാണ് താലൂത്തിന്റെയും ജാലൂത്തിന്റെയും ചരിത്രങ്ങൾ. താലൂത്ത് വലിയ മഹാനായിരുന്നു. താലൂത്ത് നബിയായിരുന്നില്ല. താലൂത്ത് ഭരണാധികാരിയായിരുന്നു. വലിയ മുഅ്മിനായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന തഖ്വയുള്ള മുത്തഖിയായ ഭരണാധികാരിയായിരുന്നു താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ 70,000-ഓളം വരുന്ന പട്ടാളക്കാർ. ആ പട്ടാളത്തിലെ ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം. അങ്ങനെ ജാലൂത്തിനെതിരെ 70,000 പട്ടാളക്കാർ പോകുമ്പോ താലൂത്ത് റഹിമഹുല്ലാ മഹാനവറുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇൽഹാം കൊടുത്തിരുന്നു. വലിയായിരുന്നു. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിൽപ്പെട്ടയാളായിരുന്നു. പടച്ച റബ്ബ് ഔലിയാക്കൾക്ക് ഇൽഹാം മുഖേന അറിയിപ്പ് കൊടുക്കും. ഇൽഹാം കൊടുത്തു. യൂഫ്രട്ടീസ് നദിയുടെ അരികിലൂടെയാണ് കടന്നു പോവുക. അതുകൊണ്ട് പട്ടാളക്കാരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ തീരുമാനം. താലൂത്ത് പറഞ്ഞു, യൂഫ്രട്ടീസ് നല്ല തെളിഞ്ഞ മനോഹരമായ കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായ വെള്ളമായിരുന്നു. പക്ഷേ പട്ടാളക്കാരോട് പറഞ്ഞു, യൂഫ്രട്ടീസിലെ വെള്ളം ആരും കുടിക്കാൻ പാടില്ല. എന്താ കാര്യം? അല്ലാഹു ആലം. അത് പടച്ച റബ്ബിന്റെ ചില തീരുമാനങ്ങളല്ലേ. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പഴം പറിക്കരുത് എന്ന് പറഞ്ഞു. എന്താ പറിച്ചാല്? ഒരു പഴല്ലേ, തിന്നാൽ ആരോഗ്യം കൂടുതൽ നല്ലതല്ലേ, അത് വിഷക്കായൊന്നും അല്ലല്ലോ എന്ന് ചിന്തിച്ചാൽ എന്താ തിന്നാൽ എന്ന് റബ്ബ് പറഞ്ഞു തിന്നണ്ട. പട്ടാളക്കാരല്ലേ അള്ളാന്റെ മാർഗത്തിൽ, രാജാതിരാജനായ റബ്ബിന്റെ മാർഗത്തിലെ ശത്രുക്കളെതിരെ പോരാടാൻ പോകുന്ന ജാലൂത്തിനെ
പരാജയപ്പെടുത്താൻ പോകുന്ന പട്ടാളക്കാര് അവർക്ക് ദാഹിച്ചാൽ അള്ളാഹുവിന്റെ പുഴയാണ് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസിനെ കുറിച്ച് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സ്വർഗത്തിൽ നിന്ന് ഒഴുകിയ പുഴയാണ് എന്ന്. സ്വർഗത്തിലെ തെളിനീരാണ്, സ്വർഗത്തിലെ തെളിനീരാണ് യൂഫ്രട്ടീസിന്റെ തുടക്കം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ യൂഫ്രട്ടീസിലെ വെള്ളം കുടിച്ചാൽ എന്താ പ്രയാസം, എന്താ പ്രശ്നം? ആളുകൾ തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. സംഗതി നമ്മുടെ നേതാവാണ് താലൂത്ത് പറയുന്നത് റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് ഉൾക്കൊള്ളാൻ പലരും തയ്യാറായില്ല. അവർ യുക്തിപരം എന്താ കുടിച്ചാൽ എന്നായി ചിന്ത. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, വേണ്ട എന്ന് പറഞ്ഞ എന്താ അങ്ങനെ ചെയ്താൽ. അപ്പൊ ആളുകൾ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ചർച്ചയായി. ദാഹമുണ്ട്, വെള്ളം കുടിക്കണം, അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കണ്ട, നമ്മളെ കാര്യം നോക്കാം, വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞ അതിന് ആളുകൾ കൂടി വെള്ളം കുടിക്കണമെന്ന അഭിപ്രായക്കാരുടെ എണ്ണം കൂടി. 70,000 പട്ടാളക്കാരിൽ 69,687 ആളുകളും വെള്ളം കുടിച്ചു. 69,687 ആളുകളും വെള്ളം കുടിച്ചു. 313 ആളുകൾ ബാക്കിയായി. രണ്ട് ചേരിയായി. നേതാവിന്റെ കൂടെ താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നത് 313 ആളുകൾ. 69,687 ആളുകൾ എതിരായി. മഹാനവറുകളിൽ നിന്ന് പിന്തിരിഞ്ഞു. അവരെ യുദ്ധത്തിന് പോരാൻ പാടില്ല എന്ന് റബ്ബും തീരുമാനിച്ചു. ഇനി അവരെ വിട്ടേക്ക് മഹാനവറുകളെ. താലൂത്ത് റളിയല്ലാഹു അൻഹു അവരെ ഒഴിവാക്കി. 313 ആളുകളുടെ നേതൃത്വത്തിൽ മഹാനായ സയ്യിദുനാ താലൂത്ത് റളിയല്ലാഹു അൻഹു ജാലൂത്തിനെതിരെ യുദ്ധത്തിന് പോയി. ഇത് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. ഖുർആനാണ്, ഇതൊരു കെട്ടുകഥ പറയല്ല, ഖുർആനാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, പരിശുദ്ധമായ ഖുർആനാണ്. അപ്പുറത്ത് 2 ലക്ഷം പട്ടാളക്കാരാണ്. ജാലൂത്തിന്റെ നേതൃത്വത്തിൽ 2 ലക്ഷം പട്ടാളക്കാർ. സുബ്ഹാനല്ലാഹ്. 313 ഒരു അത്ഭുതകരമായ രഹസ്യത്തിന്റെ, അതിൽ ചില രഹസ്യങ്ങളുണ്ട്. നമ്മളൊക്കെ ചിലപ്പോ ബദരീങ്ങളുടെ പോരിച്ച പറഞ്ഞ് 313 അതിന്റെ എണ്ണത്തിന്റെ ബർക്കത്ത് പറയുമ്പോൾ ചില ആളുകൾക്ക് കളിയാക്കല. നമ്മളൊക്കെ ഒരു ബർക്കത്തിന്റെ എണ്ണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മൊബൈൽ ഫോണിന് നമ്പർ എടുക്കുമ്പോ 313 അവസാനിക്കുന്നതാണെങ്കിൽ കിട്ടിയ തർക്കമില്ല എന്ന് പറയും അല്ലേ. 786 കിട്ടിയ തർക്കമില്ല. വണ്ടിയുടെ നമ്പർ എടുക്കുമ്പോ അതൊക്കെ ഒരു ബർക്കത്തായി കരുതുകയാണെങ്കിൽ അൽഹംദുലില്ലാ നല്ലതാ. അല്ല, അതൊരു കിബറായി, അതൊരു തൻപൊരിമയായി കരുതിയാൽ അതുകൊണ്ട് കൂലിയില്ല. ചില എണ്ണത്തിന് ബർക്കത്തുണ്ട് അല്ലേ, ചില എണ്ണത്തിന് ബർക്കത്തുണ്ട്. അപ്പോൾ 313 എന്നത് ബദരീങ്ങളുടെ മാത്രം എണ്ണമല്ല. 313 എന്നത് മുർസലീങ്ങളുടെ എണ്ണമാണ്. 313 എന്നത് മഹാനായ സയ്യിദുനാ താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളത്തിന്റെ എണ്ണമാണ്. പല എണ്ണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 313 നിശ്ചയിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ 313 ആളുകൾ യുദ്ധത്തിന് പോകുന്നത് 2 ലക്ഷം ആളുകൾക്കെതിരെ. 2 ലക്ഷം. എത്ര? 2 ലക്ഷം. 313 ആളുകൾ ഒരു ഭാഗത്ത്, 2 ലക്ഷം ആളുകൾ അപ്പുറത്ത്. ഒരു ഭാഗത്ത് മഹാനായ താലൂത്ത് റളിയല്ലാഹു അൻഹു നേതാവ്, അപ്പുറത്ത് ജാലൂത്ത് നേതാവ്. രണ്ടുപേരും യുദ്ധത്തിന് വേണ്ടി പോർവിളി നടത്തി വെല്ലുവിളിച്ചു. താലൂത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ജാലൂത്തെ, നീ ദ്വന്ദ്വ യുദ്ധത്തിന് തയ്യാറുണ്ടോ അതോ ഇറങ്ങി അടിച്ചു നിരത്തി പോരാട്ടാണോ എന്താ? എങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കാം. 313 ആളുള്ള നേതാവ് സയ്യിദുനാ താലൂത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജാലൂത്തിനെ വെല്ലുവിളിച്ചു, ദ്വന്ദ്വ യുദ്ധത്തിനാണോ എന്ന് പറഞ്ഞാൽ കളത്തിലിറങ്ങുക, എല്ലാവരും കളത്തിലിറങ്ങാതെ അവിടുന്ന് ഒരാളിറങ്ങുക, ഇവിടുന്ന് ഒരാളിറങ്ങുക, രണ്ടുപേരും ഏറ്റുമുട്ടുക. അങ്ങനെ ഒരാൾ പരാജയപ്പെട്ടാൽ പിന്നെ അടുത്ത ആളിറങ്ങുക, അങ്ങനെ ദ്വന്ദ്വ യുദ്ധം നടക്കുക. അല്ലെങ്കിൽ അവിടുന്ന് 3 ആളിറങ്ങിയാൽ ഇവിടുന്ന് 3 ആളിറങ്ങുക. ബദറിലും അങ്ങനെ തന്നെയാണ് ആദ്യം യുദ്ധം നടന്നത് അല്ലേ. ആദ്യം 3 ആളുകൾ ഇറങ്ങി. ഇവിടെ സയ്യിദുനാ താലൂത്ത് റളിയല്ലാഹു അൻഹു വെല്ലുവിളിച്ചു. അപ്പോൾ പിന്നെ ജാലൂത്ത് എന്ന പരക്കെയുള്ള അടിച്ചു പൊളിച്ച യുദ്ധായിക്കോട്ടെ എന്ന് പറഞ്ഞൊരു കുറവല്ലേ. കാരണം 2 ലക്ഷം ഇപ്പുറത്ത്, അപ്പുറത്ത് ആകെ 313. 313 ആളുകൾക്കെതിരെ ഇവര് അടിച്ചു നിരത്തിയാൽ നിരപ്പായി പോകൂലേ, എന്നാ നിഷ്പ്രയാസം പണി കഴിക്കാം എന്ന് പറഞ്ഞ്, എന്നാൽ നിരത്തി യുദ്ധായിക്കോട്ടെ എന്ന് ആരും പറഞ്ഞില്ല. ജാലൂത്തും പറഞ്ഞില്ല. ജാലൂത്ത് പറഞ്ഞു, എന്നാൽ ദ്വന്ദ്വ യുദ്ധം
യുദ്ധമായിക്കോട്ടെ എന്ന് പറഞ്ഞു, ദ്വന്ദ്വയുദ്ധമാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഇറങ്ങുന്നത്? ജാലൂത്തിന് കിബർ കൂടി. അങ്ങനെയാണല്ലോ. കാരണം എന്റെ കൂടെ 2,00,000 ആളുകളാണ്. 2,00,000 ആളുകൾ പിന്നിൽ നിർത്തിയിട്ട് നേതാവ് മുന്നിൽ നിന്ന് അഹങ്കാരം മൂത്തു. അപ്പുറത്ത് 313 ആളല്ലേ ഉള്ളൂ. അവരാണെങ്കിലോ സാധാരണ എന്നത്തെയും പോലെ അവർ മുഅ്മിനീങ്ങളാ, കൂടുതൽ ഭക്ഷണം കിട്ടാത്തവരാ, കൂടുതൽ ആയുധങ്ങളില്ലാത്തവരാ, അംഗബലവും കുറഞ്ഞവരാ, ബദരീങ്ങളെ പോലെ തന്നെ. അപ്പൊ ദ്വന്ദ്വയുദ്ധത്തിന് ജാലൂത്ത് തന്നെ ഇറങ്ങി. ഞാൻ തന്നെയാണ് ആദ്യം ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. വലിയ അഹങ്കാരിയായിരുന്നു, നല്ല ആരോഗ്യവാനുമായിരുന്നു. ജാലൂത്ത് തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് ആദ്യം ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു. നിന്റെ ആളുകളെ ഇറക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിലെ ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാം അന്ന് നബിയായിട്ടില്ല, അന്നൊരു സാധാരണ പട്ടാളക്കാരനാണ്. താലൂത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകളെ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞു. ദാവൂദ് അലൈഹിസ്സലാം ഇറങ്ങി, ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങി. മഹാനവറുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഇവന്റെ ജാലൂത്തിന്റെ നെറ്റിത്തടത്തേക്ക് ഒരേറ് കൊടുത്തു, ഒരൊറ്റേറെ കൊടുത്തുള്ളൂ. വഖതല ദാവൂദ് ജാലൂത്ത്. ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ കൊന്നു, മലർന്നടിച്ചു വീണു. നേതാവ് ജാലൂത്ത് രാജാവ് മലർന്നടിച്ചു വീണു, പടഞ്ഞു. യുദ്ധക്കളത്തിൽ കടന്ന് പടഞ്ഞ് വളരെ മാരകമായ രൂപത്തിൽ രക്തമൊലിച്ച് വെപ്രാളപ്പെട്ട് കടന്ന് പൊളഞ്ഞ് മരിച്ചു വീണു. നേതാവ് മരിച്ചപ്പോ 2,00,000 ആളുകൾ ഓടി. നേതാവ് മരിച്ചപ്പോ പിന്നെ ഓടണ അങ്ങനെയാണല്ലോ. ഇയാളുടെ ധൈര്യത്തിലാണ് ഇവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒറ്റ നേതാവേ ഓടി. 2,00,000 ആളുകൾ ഓടി. 313 ആളുകളിൽ 312 ആളുകൾക്കും യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. ഒറ്റ ആളെ ഇറങ്ങിയുള്ളൂ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് നബുവത്ത് കൊടുത്തത്, ഇൽമു കൊടുത്തത്, ഹിക്മത്ത് കൊടുത്തത്, പരിശുദ്ധമായ ഖുർആൻ. ആ ദാവൂദ് നബി അലൈഹിസ്സലാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കേന്ദ്രം പരിശുദ്ധമായ പലസ്തീനാണ്. അള്ളാഹു നമുക്ക് അവിടെ പോകാൻ തൗഫീക്ക് നൽകട്ടെ. അവിടെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വിശുദ്ധമായ മഖ്ബറയുണ്ട്. പക്ഷെ ഇപ്പൊ അത് ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ് എന്ന് മാത്രം. എന്നാലും നമുക്ക് പോയാൽ സിയാറത്ത് ചെയ്യാം, അതിനവർ അനുവദിക്കും. ജൂതന്മാരും അവരുടെ നേതാവായി കാണുന്ന ആളാണ് ആര്? സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അവ ജൂതന്മാര് ആ മഹാനവരുടെ മഖ്ബറയെ അവരും വലിയ ബഹുമാനത്തിലാണ് പരിപാലിക്കുന്നത്. നമുക്ക് സിയാറത്ത് ചെയ്യാനുള്ള അവസരം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനായി മഹാനായ പൊന്നുമോൻ സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം 11ാമത്തെ വയസ്സിലൊരു സംഭവം നടന്നു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർബ്. മഹാന്മാരായ 2 ആളുകൾ, ദാവൂദ് നബി മകൻ സുലൈമാൻ നബിയും, 2 പേരും വിധിച്ചു. എന്താണ് വിധിച്ചത്? ഇത് നഫശത ഫീ ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. 2 ആളും വിധിച്ചു. അല്ലാഹു പറയാ, 2 ആളും വിധിച്ചു, 2 ആളെ വിധിക്കും, നമ്മൾ സാക്ഷിയാണ് എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല. എന്തായിരുന്നു സംഭവം? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഭരണാധികാരത്തിന്റെ കാലത്ത് പലസ്തീൻ എന്ന് പറഞ്ഞ മുമ്പും പഴയ കാലത്തും കൃഷിയുടെ വലിയ നാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത നാടാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. മസ്ജിദുൽ അഖ്സ, അതിന്റെ ചുറ്റുഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് കൊടുത്തു. ആ ബർക്കത്തിന്റെ എല്ലാ തരത്തിലുള്ള ബർക്കത്ത്, ആ ബർക്കത്ത് അവിടെ അമ്പിയാക്കളുടെ മഹാന്മാരുടെ ഖബറുകളുണ്ട്, അതൊരു ബർക്കത്താണ്. സ്വാലിഹീങ്ങളുടെ ഖബറുകളുണ്ട്, അതൊരു ബർക്കത്താണ്. അവിടെ ആ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് കൊടുത്തത് കൊണ്ട് ഒരുപാട് കൃഷികൾ, പല പഴങ്ങളും പലതരത്തിലുള്ള കൃഷികളുണ്ടായി, അതൊരു ബർക്കത്താണ്. അപ്പൊ ആ ബർക്കത്ത് പലതുമായി മഹാന്മാരെ എണ്ണിയിട്ടുണ്ട് ഖുർആൻ മുഫസ്സിരീങ്ങൾ.
അപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ തർക്കത്തിന് വന്നു. എന്താ തർക്കം? രണ്ടാളുകൾ തമ്മിൽ തർക്കിച്ചു വന്നു. ഒരാള് കൃഷിക്കാരനാണ്, മറ്റൊരാള് ആടുമേപ്പുകാരനാണ്, ഒരുപാട് ആടുകളെ വളർത്തുന്ന മുതലാളിയാണ്. ഒരാള് കൃഷി മുതലാളിയാണ്. ഒരുപാട് സ്ഥലത്ത് ഒരാള് മുന്തിരി വള്ളി നട്ടു, മുന്തിരി കൃഷി ചെയ്യാണ് ഒരാൾ. മറ്റൊരാള് അയൽക്കാരനാണ്, തൊട്ടടുത്ത ആള് തന്നെയാണ്, അയാൾ ആടുകളെ വളർത്തുന്ന ആളുമാണ്. ഒരു ദിവസം ഈ ആട്ടുമേപ്പുകാരന്റെ ആടുകൾ മുഴുവനും ഇയാളുടെ കൃഷിപ്പാടത്ത് കയറിയിട്ട് കൃഷി മുഴുവനും തിന്നു. മുന്തിരി വള്ളികൾ മുഴുവൻ ആടുകളെ കണ്ട് കയറി തിന്നു നരപ്പാക്കി. ഒന്നും ബാക്കിയില്ല. ആകെ എത്രയോ കഷ്ടപ്പെടുണ്ടാക്കിയ കൃഷി മുഴുവൻ എന്തായി? നശിച്ചു. അങ്ങനെ ഒന്നും ബാക്കിയാക്കിയില്ല. ആടുകൾ ഒന്നും ബാക്കിയാലും ഒക്കെ തിന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വക്കാണായി. സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ, വക്കാണായി. ഇജന്റെ എന്റെ ആടുകളെ കിട്ടാഞ്ഞിട്ടല്ലേ? അപ്പൊ ഇയാള് എന്താണക്കുറ നേരെ വെയിൽ കെട്ടിക്കൂടായിരുന്നു? ആടുകളെ വിട്ട ആട്ടർക്ക് ബുദ്ധി ഉണ്ടോ അല്ലെ? രണ്ടാളും തമ്മിൽ തർക്കായി. ആടുകള് തിന്നാൻ കിട്ടി എവിടെ കയറി തിന്നില്ല. അജ്ജാന്റെ കൃഷി നേരെ നോക്കി ഉണ്ടാക്കട്ടെ, മതിൽ കെട്ടണ്ടേ, വെയിൽ കെട്ടണ്ടേ? രണ്ടാളും തർക്കായി. ഏതായാലും അവസാനം തർക്കിച്ച് വലിയ നഷ്ടം സംഭവിച്ചത് ആർക്കാണ്? കർഷകനാണ്. പോയി രണ്ടുപേരും മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ദർബാറിലെത്തി. ദാവൂദ് നബി അലൈഹി ഇസ്ലാം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു മഹാനവർകളെ കർഷകൻ പറഞ്ഞു, എനിക്ക് വലിയ നഷ്ടം ഉണ്ടായി. അദ്ദേഹത്തിന്റെ നഷ്ടം കണക്കാക്കി ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാം, നിന്റെ നഷ്ടം എത്രയാണ്? നഷ്ടം ഇതാ, എനിക്ക് ഇത്ര ഉറുപ്പിയുടെ നഷ്ടം ഉണ്ടെന്ന് കണക്കാക്കി. അപ്പോൾ ഇയാളോട് ചോദിച്ചു, നിനക്ക് എത്ര ആടുകളുണ്ടെന്ന് ചോദിച്ചു. ആടുകളുടെ എണ്ണം പറഞ്ഞു. ആടുകളുടെ വില കണക്കാക്കി നോക്കുമ്പോ രണ്ടും തുല്യ. ഇയാളുടെ കൃഷിയുടെ നഷ്ടത്തിന്റെ കണക്കും ഇയാളുടെ ആടുകളുടെ വിലയും രണ്ടും ഒപ്പാണ്. ദാവൂദ് നബി എന്നാ പറഞ്ഞു, എന്നാ എന്റെ ആടുകൾ കൊടുത്തലാന്ന് പറഞ്ഞു. ഓന്റെ നഷ്ടം തീരട്ടെ, എന്റെ ആടുകൾ നശിപ്പിച്ചല്ല നഷ്ടം തീരട്ടെ. അങ്ങനെ രണ്ടുപേരും കൂടെ തീരുമാനം കേട്ട് ഇറങ്ങി. അപ്പോൾ ആടുകാരന്റെ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഈ മുണ്ടാപ്രാണികള് ചെയ്ത അബദ്ധം കാരണം ഇപ്പൊ എന്റെ മുതല് പോയല്ലോ എന്നുള്ള സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഭരണാധികാരി തീരുമാനിച്ചതാണ്, നഷ്ടം ഉണ്ടാക്കിയല്ലേ, നഷ്ടം നികത്തി കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ. അയാളും അംഗീകരിച്ചു. രണ്ടാളും അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ 11 വയസ്സുകാരനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെയുണ്ട്. ഇവര് പോകുമ്പോൾ അന്വേഷിച്ചു, എങ്ങട്ടാ, എന്താ, ഏതാന്നൊക്കെ അന്വേഷിച്ചു. ആര്? ഈ കുട്ടി. തിരിച്ചു പോരുമ്പോ ചോദിച്ചു, ഉപ്പ എന്താ വിധിച്ചത് എന്ന് ചോദിച്ചു. ദാവൂദ് നബി അലൈഹിസ്സലാം എന്താണ് തീരുമാനിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് തീരുമാനം. രണ്ടാളുകളും പറഞ്ഞു, മഹാനായ സുലൈമാൻ ഇങ്ങനെയാണ് ഉപ്പാന്റെ തീരുമാനം. എന്റെ ആടുകളൊക്കെ എനിക്ക് കൊടുക്കാൻ പറഞ്ഞു, ഞാനത് കൊടുക്കാനും തീരുമാനിച്ചു. 11 വയസ്സ് മാത്രം പ്രായമുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ കുന്തു അനൽ ഖാളി, ഞാനായിരുന്നു ഖാളി എങ്കിൽ ഖളയതു ബിഗൈരി ഹാദാ, ഞാൻ വേറെയാ വിധിക്ക. ഞാൻ ഈ വിധിയല്ല വിധിക്ക, ഞാനാണ് ഖാളി എങ്കിൽ വേറെ വിധിക്കാം. അപ്പൊ നിങ്ങൾ എന്താ വിധിക്കാന്ന് വെച്ചു. രണ്ടാൾക്കും നഷ്ടമില്ലാത്ത വില ഞാൻ വിധിക്കാം. ഇപ്പൊ എന്തായാലും ഒരാൾക്ക് നഷ്ടം ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു. ആര്? 11 വയസ്സുകാരനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. നിങ്ങൾക്ക് 2 പേർക്കും നഷ്ടമില്ലാത്ത വിധി ഞാൻ വിധിക്കും എന്ന് പറഞ്ഞു. അപ്പോ അതെങ്ങനെയെന്ന് വെച്ചു. അതെങ്ങനെയെന്ന് വെച്ചാല് എനിക്ക് വിധിക്കാൻ പറ്റൂലല്ലോ, ഞാൻ ഖാദിയല്ലല്ലോ. അപ്പോൾ ഇവര് പറഞ്ഞു, എന്നാല് ഞങ്ങളൊന്ന് പോകട്ടെ, തിരിച്ചു പോകട്ടെ. ഉപ്പാന്റെ അടുത്തേക്ക്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി രണ്ടാളും. കാരണം നല്ല ഭരണാധികാരിയാണ്, കൊരച്ചു ചാടാത്ത ഭരണാധികാരിയാ, പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭരണാധികാരിയാ, അതറിയുന്ന ഭരണീയരാ. തിരിച്ചു ചെന്നു. എന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, ഞങ്ങളിങ്ങനെ വിധിയുമായി പോകുമ്പോ മോനവിടെ ഉണ്ടായിരുന്നു സുലൈമാൻ ഞങ്ങളോട് പറഞ്ഞു, സുലൈമാന് ഞങ്ങൾക്ക് 2 പേർക്കും നഷ്ടമില്ലാത്ത വിധി വിധിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. ഇയാൾക്കും ഇടങ്ങറുണ്ട്. കാരണം ആർക്ക്? കൃഷിക്കാരന്. കാരണം അവന് നഷ്ടം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എനിക്ക് മുതൽ കിട്ടുക, അതും ഒരിടങ്ങറാണല്ലോ. പിന്നെ ഈ ആടുകളെ മേക്കുക, അതും ഒരിടങ്ങറൊക്കെ ആലോചിച്ചിട്ട് രണ്ടാൾക്കും അനുകൂലമായി വിധി കിട്ടിയ തർക്കമുണ്ടെന്ന് തിരിച്ചുപോയി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മോനെ വിളിക്കാൻ സുലൈമാനെ വിളിച്ചു. സുലൈമാൻ അലൈഹിസ്സലാം രാജദർബാറിലേക്ക് കയറി വന്നു. ചോദിച്ചു, മോനെ എന്താണ് നീ വിധിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉപ്പ, ഞാൻ വിധിക്കുക
ഈ ആൾക്ക്, അതായത് കർഷകന് ഇപ്പോൾ നിങ്ങൾ ആടുകളെ കൊടുക്കാൻ പറഞ്ഞു, ഞാനതന്നെ കൊടുക്കാൻ പറയാം. ആടുകാരനോട് ഞാൻ പറയും കർഷകന് ആടുകളെ കൊടുക്കാൻ. അപ്പോൾ എന്ത് വേണം? കർഷകന്റെ ഭൂമി ഇയാൾക്ക് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ആട്ടുവെപ്പറിന് കൊടുക്കണം. രണ്ടും തൽക്കാലാണ്, ഒരു കൊല്ലത്തേക്ക്, ഉടമയാക്കി കൊടുക്കല്ല. ഉപ്പ ചെയ്തത് എന്താണ്? ആടുകളെ മുഴുവൻ കൊടുത്തു, ഞാൻ എന്റെ ആടുകൾ എന്ന് പറഞ്ഞേക്കാണ്. അല്ല, തൽക്കാലം ഒരു കൊല്ലത്തേക്ക് ഈ ആടുകളിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ ഈ ദിവസം മുതലും ഉള്ളതാണ്. ആടുകളുടെ പാല് കറന്ന് അതിന് വരുമാനം കിട്ടും അല്ലേ? ആടുകളുടെ ആടിന്റെ പിന്നെ വിസർജ്യം ആട്ടുംകാട്ടം വെച്ചാൽ അതുകൊണ്ട് പിന്നെ പൈസ കിട്ടും. അതേപോലെ പെറ്റ് പെരുകി എണ്ണം കൂടുമ്പോ അതിൽ നിന്ന് ആടുകളെ വിൽക്കും ചെയ്യാം. ഇപ്പോഴുള്ള എണ്ണം നിലനിർത്തിയാൽ മതി. പെറ്റുവരുകി ഉണ്ടാവുന്നത് അത് ലാഭമായി എടുക്കാം, പാലുപയോഗിക്കാം. ആടിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഒരു കൊല്ലം കിട്ടുന്ന ലാഭം മുഴുവൻ ഇയാൾക്ക് ഉപയോഗിക്കാം. ആർക്ക്? കർഷകന് ഉപയോഗിക്കാം. ഒരു കൊല്ലം അയാൾ ആടുകളെ അയാളുടെ ഉടമയിൽ അയാൾ നിർത്തും, ഒരു കൊല്ലത്തേക്ക്. ഈ ഒരു കൊല്ലം അയാളുടെ കൃഷിസ്ഥലം ആര് നോക്കണം? ആടുകാരൻ നോക്കണം. എന്നിട്ട് ഒരു കൊല്ലം കൊണ്ട് പഴയ പടി മുന്തിരിവള്ളികളൊക്കെ ഉണ്ടായിരുന്നത് പോലെ പഴയതുപോലെ ഒരു കൊല്ലം കൊണ്ട് ആയിത്തീരും. ഒരു കൊല്ലം കൊണ്ട് ആയിത്തീർന്നാൽ അയാളുടെ കൃഷിസ്ഥലം അത് അയാൾക്ക് തിരിച്ചു കൊടുക്കുക, ആടുകളെ ഇയാൾക്കും തിരിച്ചു കൊടുക്കുക. എന്നാൽ രണ്ടാൾക്കും നഷ്ടമില്ലാതെ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം പൊന്നുമോനെ കെട്ടിപ്പിടിച്ചു. മോനെ, നിന്റെ തീരുമാനമാണ്, നിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ അൽ ഖളാഉ മാ ഖളൈത, നീ വിധിച്ചതാണ് വിധി മോനെ. അതുകൊണ്ട് ഞാനും അതാ വിധി പറയുന്നു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഇതിനെക്കുറിച്ച്, ഫഫഹംനാ സുലൈമാന വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ. ആ ഹുക്മ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, കാനൽ ഹുക്മു മാ ഖദാ ബി സുലൈമാൻ അലൈഹിസ്സലാം. ആ ഹുക്മിനെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ആതൈനാ ഹുക്മൻ വഇൽമാ. കാരണം സുലൈമാൻ നബി അലൈഹിസ്സലാം സ്വന്തം വിധിച്ചതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുത്തതാണ്. 11 വയസ്സുകാരന് പടച്ച റബ്ബ് ഇൽഹാം കൊടുത്ത് തോന്നിപ്പിച്ചതാ, അങ്ങനെ പറയാം. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻസലല്ലാഹു തആല കിതാബൻ മിനസ് സമാഇ അലാ ദാവൂദ് അലൈഹിസ്സലാം മഖ്തൂമൻ ബിഖാതമിൻ മിൻ ദഹബിൻ ഫീ 13 മസ്അല. 13 മസ്അലകളുള്ള, 13 ചോദ്യങ്ങളും 13 ഉത്തരങ്ങളുമുള്ള ഒരു കിതാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കി കൊടുത്തു. അത് കെട്ടിപ്പൂട്ട നിലയിൽ, സീല് വെച്ച നിലയില്, മഖ്തൂമായ നിലയില് 13 ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ പടച്ച റബ്ബ് ആകാശത്ത് നിന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കി കൊടുത്തു. അങ്ങനെ ഫഔഹല്ലാഹു തആല, മഹാനായ ദാവൂദ് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു, സൽ അൻഹാ ഇബ്നക സുലൈമാൻ. ഈ ചോദ്യങ്ങൾ സുലൈമാനോട് ചോദിക്കണം. എന്നിട്ട് ചോദ്യം ചോദിക്കുക, ഉത്തരം ആർക്കും അറിയൂല. കാരണം അത് സീല് വെച്ച നിലയിൽ, കെട്ടിപ്പൂട്ടിയ നിലയില. എന്നിട്ട് സുലൈമാൻ ഉത്തരം പറഞ്ഞതിന് ശേഷം ഇത് സീല് പൊട്ടിക്കുക, ഉത്തരം പുറത്തെടുക്കുക. രണ്ടും ഒന്നാണെങ്കിൽ രണ്ടും ഒത്തുവന്നാൽ ഞാൻ ഇറക്കിത്തരുന്ന മറുപടിയും സുലൈമാൻ പറയുന്ന മറുപടിയും ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ശേഷം ഖലീഫ, ഭരണാധികാരി സുലൈമാനാണ് എന്ന് രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അങ്ങനെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം 70 പണ്ഡിതന്മാരെ, 70 പ്രഗത്ഭരായ കൊട്ടാര പണ്ഡിതന്മാരെ, പ്രമുഖരായ ആളുകളെ, പുരോഹിതന്മാരെ, അവരൊക്കെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ വാജലസ സുലൈമാന ബൈന ഐദിഹിം, അവർക്ക് മുന്നിൽ സുലൈമാൻ അലൈഹിസ്സലാമിനെ ഉപ്പയിരുത്തി. ഇവരോട് പറഞ്ഞു, ഈ പണ്ഡിതന്മാരോട് പറഞ്ഞു, നേതാക്കളോട് പറഞ്ഞു, അവരുടെ സദസ്സിൽ ആ സാന്നിധ്യത്തിലാണ് പറഞ്ഞത്, അള്ളാഹു ഇങ്ങനെ എനിക്ക് ഒരു കിതാബ് ഇറക്കി തന്നിട്ടുണ്ട്. ആ കിതാബ് മഖ്തൂമാണ്, അത് പൊട്ടിക്കാൻ പാടില്ല.
അതിനകത്ത് എന്താണ് എന്നറിയില്ല. ഉത്തരങ്ങൾ അതിന്റെ അകത്ത് സീലി വെക്കപ്പെട്ട നിലയിലാണ്. 13 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അതിലുള്ളത്. അത് പൊട്ടിക്കുന്നതിന് മുമ്പ് 13 ചോദ്യങ്ങൾ സുലൈമാനോട് ചോദിക്കുകയും അതിന് ഉത്തരം രേഖപ്പെടുത്തുകയും അള്ളാഹു ആകാശത്ത് ഇറക്കി തന്ന ഉത്തരവും രണ്ടും ഒന്നാണെങ്കിൽ എനിക്ക് ശേഷം ഖലീഫയാക്കാൻ, സുലൈമാനെ ഖലീഫയാക്കാനാണ് റബ്ബിന്റെ തീരുമാനം. മകനെ ഇരുത്തി, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നല്ലാഹു തആല അൻസല അലയ്യ കിതാബൻ മിനസ് സമാഇ ഫീഹി മസാഇൽ വഅമറനി അൻ അസ്അലുക അന്നാ. മോനെ, അല്ലാഹുവിന്റെ കൽപ്പന ഇങ്ങനെയുണ്ട്, നീ മറുപടി പറയണം. മറുപടി പറഞ്ഞാൽ ഫഅന്തൽ ഖലീഫത്തു മിൻ ബഅദി, എനിക്ക് ശേഷം നീയാണ് ഖലീഫ. സുലൈമാൻ അലൈഹിസ്സലാം എന്ന പൊന്നുമോൻ പറഞ്ഞു. എന്നാൽ ഉപ്പാലി അൽ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ ചോദിക്കണം, അമ്മാ ബദാലഹു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. തൗഫീഖ് അല്ലാഹുവിനെ കൊണ്ടാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറയും. അങ്ങനെ ചോദിച്ചു, മോനെ, യാ ബുനയ്യ, പൊന്നുമോനെ, മാ അഖറബുൽ അശ്യാഇ വമാ അബ്അദുഹാ. മോനെ, അള്ളാന്റെ വസ്തുക്കളിൽ പടച്ചിറപ്പുണ്ടാക്കിയ സൃഷ്ടികളിൽ ഏറ്റവും അടുപ്പമുള്ളത് ഏതാണ്? ഏറ്റവും അകൽച്ചയുള്ളത് ഏതാണ്? ഏറ്റവും അടുപ്പമുള്ളത് ഏതാണ്? ഒന്ന്. ഏറ്റവും അകൽച്ചയുള്ളത് ഏതാണ്? മറ്റൊരു ചോദ്യം, വമാ ആനസുൽ അശ്യാഇ വമാ ഔഹശുഹാ. വസ്തുക്കളുടെ കൂട്ടത്തിൽ, കാര്യങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾക്ക് ഈനാസുണ്ടാക്കുന്നത്, സന്തോഷമുണ്ടാക്കുന്നത്, നേരം പോക്കാക്കുന്നത് എന്താണ്? ആളുകളെ ഒറ്റപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്നതും എന്താണ്? സന്തോഷം ഉണ്ടാക്കുന്നതും പ്രയാസപ്പെടുന്നതും രണ്ട് വസ്തുക്കൾ. വസ്തുക്കളുടെ കൂട്ടത്തിൽ, കാര്യങ്ങളിൽ ഏറ്റവും മനോഹരമായത് ഏതാണ്? ഏറ്റവും മോശമായത് ഏതാണ്? കാര്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്? ഏറ്റവും കൂടിയത് ഏതാണ്? നിലനിൽക്കുന്നത് ഏതാണ്? അതേപോലെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? വമൽ മുസ്തറക്കാനി വമൽ മുതബാഗിലാനി, പരസ്പരം യോജിപ്പുള്ളത് ഏതാണ്? പരസ്പരം ദേഷ്യമുള്ളത്, അകൽച്ചയുള്ളത് ഏതാണ്? വമൽ അംറുല്ലദീ ഇദാ റകബഹു റജുലു ഹമിദ ആഖറ, ഒരാൾ ചെയ്താൽ അതിന്റെ അവസാനം സ്തുതിക്കുന്ന കാര്യം ഏതാണ്? വമൽ അംറുല്ലദീ ഇദാ റകബഹു റജുലു ദമ്മ ആഖറ, ഒരാൾ ചെയ്താൽ ആളുകള് അവനെ മോശമാക്കുന്ന, നിന്ദിക്കുന്ന കാര്യം ഏതാണ്? ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഓരോന്നിനും മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം, അമ്മാ ഖറബുൽ അശ്യാഇ ഫൽ ആഖിറ, കാര്യങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ള കാര്യം അത് അൽ ആഖിറ, ആഖിറമാണ് എന്ന് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. കാര്യങ്ങളിൽ ഏറ്റവും അകൽച്ചയുള്ളത് ഏതാണ്? ദുനിയാവിൽ നമുക്ക് കിട്ടാത്തത്, നഷ്ടപ്പെട്ടത്, അകൽച്ചയുള്ളത്, നമ്മിൽ നിന്ന് ഒരുപാട് അകന്നുപോയത്, ദുനിയാവ് നഷ്ടപ്പെട്ടു പോയ ദുനിയാവ്, പിന്നെ അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും അകൽച്ചയുള്ളത്, ഏറ്റവും വിദൂരമായത്. ആഖിറം അത് ഏറ്റവും അടുത്തത്. നല്ല കാര്യങ്ങളിൽ, വസ്തുക്കളിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്, നേരം പോക്കുണ്ടാക്കുന്നത്, റാഹത്തുണ്ടാക്കുന്നത് അതെന്താണ്? റൂഹുള്ള ശരീരമാണ്, അല്ലേ? ഇപ്പോ നമുക്കൊക്കെ സന്തോഷ, റാഹത്ത, കാരണം നമ്മളിപ്പോ മരിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോ റൂഹുള്ള ശരീരം, അതിലാണ് നമ്മളുള്ളത്. എന്നാൽ ഒറ്റപ്പെടുത്തുന്ന വസ്തു അത് ജസദുല്ലാ റൂഹ ഫീ, റൂഹില്ലാത്ത ശരീരമാണ്, മരിച്ച മയ്യത്തിന്റെ ശരീരമാണ്. ഏറ്റവും മനോഹരമായത് ഫൽ ഈമാനു ബഅദൽ കുഫ്ർ, കുഫ്രിയത്തിന് ശേഷമുള്ള ഈമാനാണ്.
ഒരു കുഫ്രിയത്ത് ഉണ്ടായ ഒരാള് മുഅ്മിനായാൽ, അയാൾക്ക് ഈമാൻ ഉണ്ടായാൽ അതാണ് ഏറ്റവും മനോഹരമായത്. ഏറ്റവും മോശമായത് ഈമാനിന് ശേഷമുള്ള കുഫ്രിയത്താണ്. കാര്യങ്ങളിൽ ഏറ്റവും കുറവുള്ളത്, ആളുകൾക്കൊക്കെ കുറവുള്ളത് അത് യഖീനാണ്. യഖീൻ ആളുകൾക്ക് കുറവ്, ഈമാനുള്ളവർക്കും യഖീൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ എല്ലാവർക്കും ഏറ്റവും കൂടുതലുള്ളത് എന്താ? ഏറ്റവും കുറവുള്ളത് യഖീനാണ്, ഏറ്റവും കൂടുതലുള്ളത് ഫശക്ക്, അത് സംശയമാണ്. എല്ലാവർക്കും സംശയങ്ങളാണ്. യഖീനില്ല. ഒരു കാര്യം പറഞ്ഞാൽ അതൊരു വിശ്വാസമല്ല, അതിൽ ഉറപ്പില്ല, യഖീനില്ല. സംശയം അത് വ്യാപക, അത് എല്ലാവർക്കും ഇഷ്ടം പോലാണ്. നിൽക്കുന്നത്, നിലനിൽപ്പുള്ളത് എന്ന് പറഞ്ഞ കാലാകാലം നിലനിൽക്കുന്ന അർത്ഥത്തിലല്ല, എടുപ്പോടുകൂടെ നിൽക്കുന്നത് അത് ആകാശവും ഭൂമിയുമാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനുമാണ്. വാമ്മൽ മുസ്തറക്കാനി, പരസ്പരം യോജിപ്പുള്ളത്, പരസ്പരം ചേരുന്നത്. ഫല്ലൈലു വന്നഹാർ, രാത്രിയും പകലുമാണ്. അല്ലെ, രണ്ടാളും വളരെ യോജിപ്പാ. രാത്രി പോയാൽ ഒരു സമയം രാത്രിയുടെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി കഴിയുമ്പോഴേക്ക് പകൽ വരും, പകലിന്റെ ഡ്യൂട്ടി അത് കഴിയുമ്പോഴേക്ക് രാത്രി വരും. രണ്ടും പരസ്പരം അങ്ങനെ ചേരുന്നതാണ്. വാമ്മൽ മുത്തബാഗദാനി, പരസ്പരം എതിരായത്, ദേഷ്യമുള്ളത്. ഫൽ മൗത്ത് വൽ ഹയാത്ത്, ജീവിതവും മരണവുമാണ്. വാമ്മൽ അംറു അല്ലദീ ഇദാ റകിബഹു റജുലു ഹമിദ ആഖിറ, ഹുമിദ ആഖിറ, അവസാനം സ്തുതിക്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫൽഹിൽമു ഇൻദൽ ഗളബ്, ദേശം വരുമ്പോൾ അതില് പിടിച്ചു നിന്ന് സഹനശക്തി ഉണ്ടാവുക. ദേശമുള്ള സമയത്ത് സഹനശക്തി ഉണ്ടാവുക എന്നതാണ്. പിന്നെയോ വഅമ്മൽ അംറു അല്ലദീ റകബഹു റജുലു, ഒരാൾ ചെയ്താല് അവസാനം നിന്ദ്യത, അവർ ആളുകൾ മോശം പറയുന്നത്. ഫൽഹിദത്തു ഇൻദൽ ഗളബി, ദേഷ്യം അത് പകയാവുമ്പോ, അല്ലെ, ദേഷ്യം കൊണ്ട് മൂത്തിട്ട് പകയാവുമ്പോ അത് ആളുകൾ നിന്ദിക്കുന്ന സ്വഭാവമാണ്. അപ്പോ ചോദ്യങ്ങൾ പറഞ്ഞു, അതിന് മറുപടി സുലൈമാൻ നബി പറഞ്ഞു. ഇനി പറയാ എന്നിട്ട് ഫുക്കുൽ ഖാത്തം, ഇനി എന്ത് ചെയ്യണം? അള്ളാഹു ആകാശം ഇറക്കി കൊടുത്ത ആ രേഖയുടെ, ആ കിതാബിന്റെ സീല് പൊട്ടിക്കണം. അങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഫഇദാ ജവാബുൽ മസാഇൽ സവാഉൻ അലാ നസല മിനസ് സമാ, സുലൈമാൻ എന്ന കുട്ടി പറഞ്ഞ മറുപടി കൃത്യം, എങ്ങനെ ഓരോ വാക്ക് എങ്ങനെയാണോ പറഞ്ഞത് അതേ മറുപടിയാണ് അവിടത്തെ ആകാശത്തിന് ഇറങ്ങിയ രേഖയിലും ഉള്ളത്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു ദാവൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു, എന്നാൽ ശരി, ഇനി എന്റെ ശേഷമുള്ള ഖലീഫ അത് ബഹുമാനപ്പെട്ട സുലൈമാനാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. അപ്പൊ പിന്നെ ആളുകൾക്ക് പിന്നെ സംശയം, കാരണം ഒരു കുട്ടിയല്ലേ, ഈ ചെറിയൊരു കുട്ടിയല്ലേ, ഈ കുട്ടി എങ്ങനെ ഖലീഫയാക്ക? സംശയം. സുബ്ഹാനല്ലാഹ്, ആളുകൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായ മറുപടിയൊക്കെ പറഞ്ഞെങ്കിലും കാര്യമൊക്കെ ശരിയാണെങ്കിലും എന്നാലും അപ്പൊ ചില ആളുകൾ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ തൃപ്തിപ്പെടണമെങ്കിൽ ഞങ്ങൾക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട്. അതിന് മറുപടി പറഞ്ഞാൽ അതിന് തൃപ്തിയുള്ള മറുപടിയാണെങ്കിൽ അപ്പോൾ അവനാവട്ടെ ഖലീഫ എന്ന് പറഞ്ഞു. ചില ആളുകൾ ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിക്കാൻ പറഞ്ഞു. മഹാനായ സുലൈമാൻ നബിയും പറഞ്ഞു, സലൂനി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലാണ് പറയാ. ചോദിച്ചു, എന്താ ചോദ്യം? മശ്ശൈഉൽ ലദീ ഇദാ സലഹ സലഹ കുല്ലു ശൈഇൻ മിനൽ ഇൻസാൻ വഇദാ ഫസദ ഫസദ കുല്ലു ശൈഇൻ മിനൽ ഇൻസാൻ. ഒരു വസ്തു, മനുഷ്യരിൽ ഉള്ള ഒരു വസ്തു, അത് നന്നായാൽ എല്ലാം നന്നായി, ശരീരം മുഴുവൻ നന്നായി. അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി. അങ്ങനത്തെ ഒരു സാധനം ഏതാണെന്ന് ഒരു ചോദ്യം. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹുവൽ ഖൽബ്, അത് ഖൽബാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു, ശരി, ഉത്തരം ശരിയാണ്. ചില ചോദ്യങ്ങൾ അവർ ചോദിച്ചു, ചോദ്യങ്ങൾക്കൊക്കെ വളരെ തൃപ്തികരമായ ഉത്തരം പറഞ്ഞു. ഫഖാമ ദാവൂദ് അലൈഹിസ്സലാം ഫസഇദൽ മിമ്പർ, ദാവൂദ് നബി അലൈഹിസ്സലാം മിമ്പറിൽ കയറി. ഫഹമിദല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് പ്രഖ്യാപനം നടത്തി, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചു, അൻ അസ്തഖലിഫ അലൈക്കും സുലൈമാൻ, നിങ്ങൾക്ക് മേൽ എനിക്ക് ശേഷമുള്ള ഭരണാധികാരി ഖലീഫയായി സുലൈമാനെ നിശ്ചയിക്കാൻ പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ഞാനത് പ്രഖ്യാപിക്കുന്നു. ഖലീഫ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.
أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ അധികാരം കൊടുത്തു, അത്ഭുതകരമായ ഹിക്മത്ത് കൊടുത്തു, അത്ഭുതകരമായ ഇൽമു കൊടുത്തു. പടച്ച റബ്ബ് സമ്പത്ത് കൊടുത്തു, ഇൽമു കൊടുത്തു, ഹിക്മത്ത് കൊടുത്തു, ഒരുപാട് നിഅമത്തുകൾ പടച്ച റബ്ബ് കൊടുത്തു. അത് ചെറുപ്പം മുതലേ കൊടുത്തു അല്ലെ, വളരെ ചെറുപ്പത്തിലേ കൊടുത്തു. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തില് ഒരു കുട്ടിയുടെ കാര്യത്തിൽ രണ്ട് പെണ്ണുങ്ങൾ തർക്കിച്ചു വന്നു. ഒരാൾ പറഞ്ഞു എന്റെ കുട്ടിയാണെന്ന്, മറ്റോളും പറഞ്ഞല്ല എന്റെ കുട്ടിയാണ്. രണ്ടാളും തമ്മിൽ തർക്കിച്ചു. അതൊക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ട ഒരു ചരിത്രമാണ്. രണ്ടുപേരും ഭയങ്കര തർക്കം, ശക്തമായ തർക്കം. എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടിയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം സ്വാഭാവികമായി രണ്ടാളുകളുടെ മൊഴിയെടുത്തു, തെളിവുകൾ ശേഖരിച്ചു, ന്യായങ്ങൾ പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് വിചാരണ നടത്തി അതിൽ നിന്ന് ബോധ്യപ്പെട്ടത് പ്രകാരം ദാവൂദ് നബി അലൈഹിസ്സലാം തീരുമാനിച്ചു, എന്നാ പിന്നെ അത് എന്റെ കുട്ടിയാണ്. ഒരു പെണ്ണിന് കൊടുത്തു. സത്യത്തിൽ അത് മറ്റുള്ള കുട്ടിയായിരുന്നു. അത് റബ്ബിന്റെ ചില ഹിക്മത്തുകളാണ്. അള്ളാഹു അതൊക്കെ ചില പാഠങ്ങൾ, അത് ദാവൂദ് നബിക്ക് തെറ്റിയത് കൊണ്ടല്ല, അല്ലെങ്കിൽ ദാവൂദ് നബി അന്യായം വിധിച്ചതല്ല. ദാവൂദ് നബി നബിയാണ്. പക്ഷേ അള്ളാഹു അങ്ങനെ ഒരു ഹിക്മത്ത് അവിടെ ഉണ്ടാക്കിയതാണ്. പല കാര്യങ്ങൾക്കും പടച്ച റബ്ബ് അമ്പിയാക്കൾക്ക് മറഞ്ഞ കാര്യം ഗൈബ് അറിയിച്ചു കൊടുക്കുമല്ലോ. ചിലപ്പോൾ അത് തടഞ്ഞു വെക്കുകയും ചെയ്യും. എപ്പോഴും ഗൈബ് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴൊക്കെ അറിയും. പക്ഷേ അത് അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ്. ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെ വിധിച്ചു. ഇവർ രണ്ടാളും ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരാള് വലിയ സന്തോഷത്തിലാണ്, ഒരാൾ ദുഃഖത്തിലുമാണ്. ഒരാൾ വലിയ അടിച്ചു പൊളിച്ച് ആടിപ്പാടി പോകുന്നുണ്ട്, ഒരാൾ വലിയ ദുഃഖത്തിൽ ടെൻഷൻ അടിച്ചു പോകുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു എന്താണ് രണ്ടാളും? ഒരാളൊരു കുട്ടിനേറ്റ് പോണു. അവ വിഷയം അന്വേഷിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം രണ്ടാളും തർക്കിച്ചതാണ്, രണ്ടാളും തർക്കിച്ചതാണ്. കുട്ടിന്റെയാണ്, അല്ല അവളെയാണ് എന്ന് പറഞ്ഞ് തർക്കിച്ചതാണ്. അവസാനം ഇങ്ങനെ തീരുമാനം ഉണ്ടായി പോവുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ വിധിയിൽ ഒരു പന്തികേട് തോന്നി. അത് പന്തികേട് തോന്നാൻ കാരണം ഉപ്പയിൽ സംശയം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇവരുടെ രണ്ടാളെ പോക്ക് കാണുമ്പോൾ ദുഃഖിച്ചു പോകുന്ന ഈ പെണ്ണ്, സന്തോഷിച്ച് അടിച്ചു പൊളിച്ചു പോകുന്ന പെണ്ണ്, ഈ കുട്ടിയോടുള്ള പെരുമാറ്റം, ഇതൊക്കെ കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സംശയം, ഈ വിധിയിൽ എന്തോ പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നി. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവരെ അവിടെ പിടിച്ചു നിർത്തി രണ്ടുപേരെയും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. കത്തി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വിധി ഞാനൊരു പുനർവിധി നടത്തുകയാണ്. രണ്ടാളുകളും തർക്കിച്ചതാണ്, രണ്ടാളുടെ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല തീരുമാനം, രണ്ടാളും അവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് രണ്ടാൾക്കും ഈ കുട്ടിയെ കൊടുക്കാം. എങ്ങനെയെന്ന്? കത്തി കൊണ്ടുവരാൻ, കുട്ടിനെ മുറിക്കാം, രണ്ട് പൊളിയാക്കാം, രണ്ട് പൊളി ഓരോരുത്തർക്ക് കൊടുക്കാം, 50-50 ആക്കാം. കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. പറയേണ്ടതാമത് ഒരാൾ പോയി നല്ല മൂർച്ചുള്ള കത്തി കൊണ്ടുവന്നു. കത്തി കൊണ്ടുവന്നു. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം പകുതിയാക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആ പെണ്ണ്, കുട്ടിയെ കിട്ടാത്ത പെണ്ണ്, കുട്ടിയെ കിട്ടിയ പെണ്ണല്ല, കിട്ടാത്ത പെണ്ണ് ഓടി വന്ന് പിടിച്ചു. സുലൈമാനെ അറക്കരുത്, സുലൈമാനെ അറക്കരുത്, എനിക്ക് കുട്ടിനെ വേണ്ട, പക്ഷെ ജീവിച്ചിരുന്നോട്ടെ, കൊല്ലരുത്. മറ്റോട് പറഞ്ഞു, ഒന്നായിക്കോട്ടെ, ഓൾക്ക് മുറുക്കൊണ്ട് കുഴപ്പമില്ല.
സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ഉള്ള കുട്ടിയല്ല, ഇവളുടെ കുട്ടിയാണ്. കാരണം എനിക്ക് കുട്ടിയെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, കുട്ടി ജീവിച്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച കുട്ടിയോട് യഥാർത്ഥ കൃപയും സ്നേഹമുള്ള ഇതാണ് യഥാർത്ഥത്തിലുള്ള ഉമ്മ. അതുകൊണ്ട് കുട്ടിയെ അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനമായി. ദാവൂദ് നബി അലൈഹിസ്സലാം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അധികാരത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഒരു മോതിരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത ഒരു മോതിരം, വകാന മുൽകുഹു ഫീ ഖാതമി, ഒരു മോതിരം. ആ മോതിരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത മോതിരം. ആ മോതിരം ലിഅന്ന ഖാതമു കാന മിൻ യാഖൂതത്തിൻ ഖദറാ, നല്ല ഒരു പച്ച യാഖൂത്തിന്റെ ഒരു മോതിരമായിരുന്നു. അതാഹു ബിഹാ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലാണ് അത് ഇറക്കി കൊടുത്തത്. അതിൽ എഴുതി വെച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നായിരുന്നു. വരാൻ പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് കൊത്തിവെച്ച ഒരു പച്ച യാഖൂത്തിന്റെ കല്ലുള്ള മനോഹരമായ ഒരു മോതിരമായിരുന്നു. ആ മോതിരമായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അധികാരത്തിന്റെ രഹസ്യം. ആ മോതിരം കയ്യിലിട്ടാല് ജിന്നുകൾ വരും, ശൈത്താന്മാർ വരും, അവരൊക്കെ അനുസരിക്കും, പറഞ്ഞാൽ കേൾക്കും. പക്ഷികൾ വരും, എല്ലാവരും വഴിപ്പെടുത്തപ്പെട്ടവരാവും. ആളുകൾ വരും, സമ്പത്ത് വന്നു ചേരും, അധികാരങ്ങൾ വന്നു ചേരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ഏറ്റവും വലിയ അത്ഭുതമായി. എവിടെയും വിജയം. ആ മോതിരം കയ്യിലണിഞ്ഞ് ഏത് നാട്ടിൽ ചെന്നാലും വിജയം. യുദ്ധങ്ങളില്ലാത്ത വിജയം, ചിലപ്പോൾ യുദ്ധമുണ്ടായിക്കൊണ്ടുള്ള വിജയം. ആ മോതിരമാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഖാത്തമാണ്. ഈ അത്ഭുതങ്ങളുടെ മുഴുവനും രഹസ്യമായി മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ദിവസം ശ്രദ്ധിക്കണേ, ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം മഹാനവർക്ക് വിവരം കിട്ടി, ഒരു രാജാവുണ്ട്, ഒരു രാജാവ്. ആ രാജാവ് സൈദൂൻ എന്ന പേരുള്ള ഒരു രാജാവ്. അന്നഫി ജസീറത്തിൻ മിൻ ജസാഇരിൽ ബഹർ, ഒരു ദ്വീപില് ലോകത്ത് ലോക ഭരണാധികാരിയായിരുന്നല്ലോ. മറ്റുള്ള ഭരണാധികാരികളെ മുഴുവനും ദീനിലേക്ക് ക്ഷണിക്കുകയും വരാത്ത ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യുകയും വന്നവരെ തന്റെ കീഴിലായി നിലനിർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ലോകത്തിന്റെ ഭരണം നിർണയിച്ച മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ദ്വീപിൽ ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് കേട്ട് യുഖാലു ലഹു സയ്യിദൂൻ മലിക്കുൻ അദീമുശ് ശഅൻ ലം യകുൻ ലിന്നാസി ഇലൈഹി സബീലുൻ ലിമകാനി ഫിൽ ബഹർ. ആർക്കും അതിജയിക്കാൻ കഴിയാത്ത, ഇനി മറ്റുള്ള ഭരണാധികാരികൾക്ക് ചെല്ലാനും കഴിയാത്ത, കാരണം ബഹറിലെ കടലിന്റെ ഉള്ളിൽ ദ്വീപിലാണ് അവന്റെ അധികാരം, അവിടേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം മഹാനവറുകൾക്ക് ആ വിവരം കിട്ടി. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ എത്തി. അങ്ങോട്ട് എത്തി. ഫഖറജ ഇലാ തിൽകൽ മദീന, അയാളുടെ അധികാരമുള്ള പട്ടണത്തിലേക്ക്. ഫഹമലതഹു റീഹു അലാ ദഹ്രിഹാ, കാറ്റായിരുന്നല്ലോ ആരുടെ വാഹനം? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ വാഹനം. ചെറിയ കാറ്റ്, ആസിഫത്തായ കാറ്റ്, കൊടുങ്കാറ്റ്, വളരെ വേഗത്തിൽ പോകുന്ന കാറ്റായിരുന്നു വാഹനം. അള്ളാഹു കൊടുത്ത വലിയ നിയമത്ത. അതിനും കാരണം മഹാന്മാർ പറയുന്നുണ്ട്. അതിന് കാരണം പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഒരു ദിവസം അസ്ർ ഖളാ ആയി. അവർക്കൊക്കെ നിസ്കാരം നിർബന്ധം ഉണ്ടായിരുന്നു. അസറിന്റെ നേരത്ത് അവരുടെ നിസ്കാരം ഒരുപക്ഷെ നമ്മുടെ നിസ്കാരത്തിന്റെ രീതിയല്ല, വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അസർ നിസ്കാരം ഖളാ ആയ ഒരവസ്ഥ വന്നു. അതിന് കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഒട്ടകങ്ങള്, കുതിരകള് ഒക്കെ ഉണ്ടായിരുന്നു. ഈ തന്റെ അധികാരത്തിന് കീഴിലെ നല്ല ഏറ്റവും മുന്തിയ കുതിരകളും ഒട്ടകങ്ങളൊക്കെ നിറഞ്ഞു നിന്ന് അവയെങ്ങനെ കാണുക? പതിനായിരക്കണക്കിന് കുതിരകളെ, ഏറ്റവും മുന്തിയ പല വർണ്ണങ്ങളിലുള്ള കുതിരകൾ, അവയൊക്കെ അങ്ങനെ തൊട്ടും തലോടിയും ഇതൊക്കെ എന്റേതാണല്ലോ എന്ന സന്തോഷത്തിൽ അങ്ങനെ തൊട്ടും തലോടി ഇങ്ങനെ നടന്ന് തന്റെ സമ്പത്തിന്റെ ഇടയിൽ അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അസ്റുൻ ഖളായി പോയി. പണവും അധികാരവും അതില് ഇങ്ങനെ അസ്റുൻ ഖളായി പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം അനുസരിച്ച് 20,000 കുതിരകളെ, ഒട്ടകങ്ങളെ എന്നും അഭിപ്രായമുണ്ട്, 20,000 കുതിരകളെ എന്റെ അസർ പോയി, ഇവറ്റ കാരണത്താൽ എന്റെ അസർ പോയി, ഒരു വഖത്ത് ഖളാ ആയി എന്ന കാരണത്താൽ, ഈ കുതിരകൾ കാരണമാണല്ലോ എന്റെ അസർ ഖളാ ആയത്. ആ കുതിരകളെ മുഴുവനും അറുത്ത് അതിന്റെ മാംസം മഹാനവറുകൾ ദാനം ചെയ്തു. കുതിരയെ തിന്നാം എന്നാണ് മസല.
ഒട്ടകങ്ങളാണെന്നും വേറെ അഭിപ്രായം കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്. 20,000-ഓളം വരുന്ന ആ മൃഗങ്ങളെ അറുത്തിട്ട് മുഴുവൻ സദഖ ചെയ്തു. എന്താ കാരണം? ഒരസർ പോയി. അത് 20,000 കുതിരയേക്കാൾ അല്ലെങ്കിൽ 20,000 ഒട്ടകത്തേക്കാൾ വലുതാണ് എന്ത്? ഒരു വഖത്ത്, ഒരു നിസ്കാരം. സുലൈമാൻ നബി അലൈഹിസ്സലാം സാഹിദായിരുന്നു, പണക്കാരനായ സാഹിദായിരുന്നു. സുഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഹദ് എന്ന് പറഞ്ഞാല് പണം ഉണ്ടായാലും അള്ളാഹു, ദീന്, ഈമാന്, ആഖിറം ഈ കാര്യത്തിൽ അത് ബന്ധപ്പെടില്ല. അതുമായിട്ട് ഖൽബിന്റെ ബന്ധം മുറിച്ചു കളഞ്ഞു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്തിയ ഏറ്റവും വേഗത കൂടിയ വാഹനങ്ങൾ, കുതിരകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒറ്റകളൊക്കെയാണ് അർത്ഥം കൊടുത്തത്. നല്ല മുന്തിയ വാഹനങ്ങള്. അപ്പൊ അള്ളാഹ് തീരുമാനിച്ചെന്ന അതിനേക്കാൾ മുന്തിയ വാഹനം ഇനി ആർക്ക് കൊടുക്കണം? സുലൈമാന് കൊടുക്കണം. മനസ്സിലായില്ല? ഏറ്റവും മുന്തിയ വാഹനങ്ങളാണ് അന്ന് കുതിരകള്. എന്നാൽ അതിനേക്കാൾ മുന്തിയ വാഹനം കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കാറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഹനമാക്കിയത്. അല്ലേ? ഒരു വിരിപ്പ കണ്ട് വിരിച്ചാൽ, അല്ലെങ്കിൽ ചില പലകൾ ഉണ്ടായിരുന്നു, ആ പലകളുടെ വിരിച്ച് ആ പലക കൊണ്ട് കയറിയിരുന്നാൽ ആ വിരിപ്പിലാണ് കയറിയിരുന്ന് കാറ്റിനോട് പറയാം എന്നാ പോട്ടെ എന്ന് പറഞ്ഞാൽ പോവുകയാണ്. പെട്ടെന്ന് എത്തണം തന്നെ, പെട്ടെന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിനിറ്റുകളെ കൊണ്ട്, സെക്കൻഡുകളെ കൊണ്ട് പറന്നെത്തുകയും ചിലപ്പോൾ വളരെ വേഗതയിൽ പോകും, ചിലപ്പോൾ നല്ല സാവകാശം അങ്ങനെ പോകും. ഇതൊക്കെ അത്ഭുതമായി തോന്നണോ? അല്ലേ? ഇന്ന് മനുഷ്യൻ, ഇന്നലത്തെ മനോരമയിൽ പത്രത്തിലുണ്ട്, പിന്നെ ഡ്രോൺ വിമാനങ്ങൾ ഇന്ന് ലോകത്ത് വർദ്ധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ചെറിയ വിമാനങ്ങൾ. എന്തിന്? സാധനങ്ങൾ കൊണ്ടുപോകാൻ. ആള് പൈലറ്റ് വേണ്ട, ചെറിയ സാധനമാണ്, അത് വലുപ്പം കൂടിയതൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് സാധനം എത്തിക്കാൻ അങ്ങാടികളിൽ ഒരു കടയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ, കടയിലേക്ക് സാധനം വേണം എന്ന് വിളിച്ചു പറഞ്ഞാല് മിനിറ്റുകളെ കൊണ്ട് അത് നമ്മുടെ വീട്ടിലാണ് വന്നിറങ്ങും. മനസ്സിലായില്ല? കമ്പനികൾ അങ്ങനെ മാറാൻ പോകാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമല്ലോ. ഇപ്പൊ വന്നത് പഴയ കാലത്തുള്ള ആളുകൾക്ക് ആലോചിച്ച വലിയ അത്ഭുതമാണ്. വിമാനത്തിലൊക്കെ പറന്നു പോകുന്ന അന്ന് ആളുകൾക്ക് ചിന്തിച്ചാൽ അത്ഭുതമാണ്. ഇപ്പൊ നമുക്കൊരു അത്ഭുതമല്ലല്ലോ. ഇപ്പൊ സാങ്കേതിക വിദ്യ വികസിച്ചിട്ട് നമ്മളിപ്പോ ഇവിടുന്ന് പിന്നെ കോഴിക്കോട്ടേക്ക് വിളിച്ചു പറഞ്ഞ ഒരു സാധനം ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് അവിടുന്ന് സാധനം, റോഡ് ബ്ലോക്ക് ആവുന്നില്ല, അത് പെട്ടെന്ന് ഇവിടെ വന്ന് സാധനം ഇറക്കി തന്നെ പോകും. ഡ്രോൺ വിമാനങ്ങളെ കൊണ്ട് പാർസൽ സർവീസ് കമ്പനികളും അതേപോലെ ഷോപ്പിംഗ് മാളുകളും അവരൊക്കെ അത് ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലത് പരീക്ഷണത്തിലൊക്കെ വിജയിച്ചു എന്നാണ് പത്രത്തിൽ വായിച്ചത്. അല്ലേ? അപ്പോ ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയ സാങ്കേതിക വിദ്യ കൊണ്ട് എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ നടത്താൻ ഏത് വ്യാപകമാവാൻ പോവുകയാണ് ആ സംവിധാനങ്ങളൊക്കെ. ചെറിയ വിമാനങ്ങൾ അതിങ്ങനെ നമ്മുടെ നാട്ടിൽ കൂടെ ഓട്ടോറിക്ഷകൾ പോണത് പോലെ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ വിമാനത്തോടെ വിമാനങ്ങളും ഹെലികോപ്റ്ററും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. കാലം വിദൂരമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച റബ്ബ് ഖുദ്റത്ത് മനുഷ്യന് കൊടുത്താൽ എന്താ നടക്കാത്തത്? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല യന്ത്രങ്ങളില്ലാത്ത വിമാനങ്ങൾ, അല്ലേ, കാറ്റാണ് അങ്ങോട്ട് പോവുകയാണ്, കാറ്റാണ് കൊണ്ടുപോവുകയാണ്, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. അങ്ങനെയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. ഏതായാലും ഈ ദ്വീപിലുള്ള സൈദൂൻ എന്ന് പറയുന്ന രാജാവിനെ, ആ രാജാവിന്റെ അടുത്തേക്ക് പോയി മുസ്ലിം ആവാൻ വേണ്ടി പറഞ്ഞു. അവൻ കേട്ടില്ല. എന്നാൽ പിന്നെ യുദ്ധം നടന്നു. യുദ്ധത്തിൽ അവനെ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി. സൈദൂൻ എന്ന് പറയുന്ന രാജാവിനെ പരാജയപ്പെടുത്തി അയാൾ കൊല ചെയ്യപ്പെട്ടു. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം, അള്ളാന്റെ തീരുമാനാണ്, അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയാൽ പിന്നെ അവരെ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ അടിമകളാക്കിയിട്ടും അവരെ ബന്ദികളാക്കിയിട്ടൊക്കെ അവരെ ബാക്കിയുള്ള ആളുകളെ ബന്ദികളാക്കും, അടിമകളാക്കും, അവരുടെ സ്വത്ത് ഗനീമത്ത് മുതലായി സ്വീകരിക്കും. അങ്ങനെ ആ രാജാവിന് ഒരു മോളുണ്ടായിരുന്നു, നല്ല സുന്ദരിയായ ഒരു പെണ്ണ്. ജറാദ എന്നാണ് അവരുടെ പേര്. ജറാദ എന്ന പേരുള്ള നല്ലൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ലം യറ മിസ്ലഹാ ഹുസ്നം വ ജമാല. സുലൈമാൻ നബി അലൈഹിസ്സലാം അത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. കണ്ടപ്പോൾ മഹാനവറുകൾക്ക് അവളെ കല്യാണം കഴിക്കണം എന്ന് തോന്നി. ഫസ്തഫാഹ ലി നഫ്സി. സുലൈമാൻ നബി അലൈഹിസ്സലാം അവളെ കല്യാണം കഴിച്ചു.
സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് 100 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടുണ്ട്. 1000 ഭാര്യമാര് എന്ന് വേറെ റിപ്പോർട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തു. പടച്ച റബ്ബ് അനുവദിച്ചതാണ്. അത് അന്നത്തെ ശരീഅത്ത് അങ്ങനെയാണ്. ഇപ്പൊ നമുക്കിപ്പോ 100 പെണ്ണെട്ടാൻ തീരുമാനിച്ചാൽ നടക്കൂലല്ലോ, അല്ലെ? അന്നത്തെ ശരീഅത്ത് അള്ളാഹ് അനുവദിച്ച അങ്ങനെ നിയമമാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ കെട്ടാൻ തീരുമാനിച്ചു. ഫദഅഹ ഇലൽ ഇസ്ലാം, കെട്ടാൻ വേണ്ടി അവളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവള് സത്യത്തിൽ ഫഅസ്ലമത അലാ യദിഹി ഫില്ലാഹിരി അലാ ഖൈഫത്തിൻ മിൻഹു വഖില്ലത്തി സിഖത്തിൻ. സത്യത്തില് അവള് അപ്പോ പിന്നെ മുസ്ലിമാവാൻ കെട്ടണല്ലോ, കല്യാണം കഴിക്കാൻ മുസ്ലിമാവാൻ പറഞ്ഞപ്പോൾ ഓള് മുസ്ലിമാവാൻ തയ്യാറായി. ഓള് ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷെ ഉള്ളിൽ അവൾ എന്തായിരുന്നില്ല, സ്വീകരിച്ചിരുന്നില്ല. ഓള് പേടിച്ചിട്ട്, കാരണം ബാപ്പ മരിച്ചു, അധികാരം പോയി, ഇപ്പൊ ഇയാൾ ഭരണാധികാരി, ഇയാൾ പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഇവള് എന്ത് ചെയ്തു? ഇവള് പുറമെ അങ്ങനെ സമ്മതിച്ചു, അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ പിന്നെ മഹാനവറുകളുടെ ഭാര്യയായി. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം ഫഅഹബ്ബഹാ ഹുബ്ബൻ ശദീദൻ, നല്ല സ്നേഹമായിരുന്നു, മറ്റുള്ള പെണ്ണുങ്ങളോടുള്ള ഇല്ലാത്തതിനേക്കാൾ വലിയ സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പ്രിയപ്പെട്ട ഭാര്യ ജറാദ അവൾ കരയുന്നത് കണ്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താ നീ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്റെ ഉപ്പ മരിച്ചുപോയില്ലേ, എന്റെ ഉപ്പാന്റെ അധികാരം പോയില്ലേ, എന്റെ പഴയ സന്തോഷങ്ങളൊക്കെ പോയില്ലേ, അത് ഓർത്ത് കരഞ്ഞതാണ് എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാം ഫഖാല ലഹാ സുലൈമാൻ ഖദ് അബ്ദലകല്ലാഹു മുൽക വഅഅദമു മിൻ മുൽക്കി, നിനക്ക് അതിനേക്കാൾ വലിയ അധികാരം തന്നില്ലേ? കാരണം നിന്റെ ഉപ്പാക്കുണ്ടായിരുന്ന അധികാരം ഈ ഇട്ടാവട്ടത്ത് ഈ ഒരു ചെറിയ ദ്വീപിൽ ഉള്ള അധികാരം ഉണ്ടായിരുന്നത്. എന്റെ അധികാരം, ഇപ്പൊ നിന്റെ ഭർത്താവായ എന്റെ അധികാരം ലോകരാജ്യങ്ങളുടെ മുഴുവൻ അധികാരം. അപ്പൊ അധികാരം വലിയ അധികാരം. വസുൽത്താനൻ അഅദമ ഹുവ മിൻ സുൽത്താനി, നിന്റെ ഉപ്പയേക്കാൾ വലിയ സുൽത്താൻ അധികാരം തന്നില്ലേ? മാത്രമല്ല വഹദാക്കല്ലാഹു ഇലൽ ഇസ്ലാം, നിനക്ക് അല്ലാഹു ഇസ്ലാമിലേക്ക് ഹിദായത്ത് തന്നില്ലേ? അതല്ലേ ഏറ്റവും വലിയ നിഅമത്ത്. അധികാരത്തെക്കാൾ നാളെ സ്വർഗ്ഗം കിട്ടൂലേ? നിനക്ക് അല്ലാഹു ഇസ്ലാമിലേക്ക് ഹിദായത്ത് തന്നില്ലേ? വഹുവ ഖൈറുൽ ലക മിൻ ദാലിക കുല്ലി, അതല്ലേ നിനക്ക് ഏറ്റവും ഖൈറ് മറ്റുള്ളതിനേക്കാളൊക്കെ എല്ലാം. അപ്പോൾ അവൾ പറഞ്ഞു, ഖാലത്ത് ഇന്ന ദാലിക കദാലിക, കാര്യം അതൊക്കെ ശരിയാണ്, പക്ഷേ എന്നാലും വലാകിന്നി ഇദാ ദക്കർതുഹു അസാബനി മാ തറാ മിനൽ ഹുസ്ൻ, എന്നാലും എന്നെ ചെറുപ്പത്തിൽ വളർത്തിയ എന്റെ ഉപ്പയല്ലേ, സംഗതിയൊക്കെ ശരിയാ. ഉപ്പയേക്കാൾ വലിയ അധികാരം ഇപ്പൊ എനിക്ക് കിട്ടിയ അന്നത്തെക്കാൾ വലിയ സ്ഥാനം കിട്ടി, ഞാൻ മുസ്ലിമത്തായി, കാര്യമൊക്കെ ശരിയാ. പക്ഷെ എന്നാലും എന്റെ മനസ്സിന് ദുഃഖം പോകുന്നില്ല. എനിക്ക് അങ്ങോട്ട് ഓർത്താൽ, ഉപ്പയെ ഓർത്താൽ സങ്കടം വരികയാണ്, ദുഃഖം വരികയാണ്, കണ്ണീര് വരികയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവള് പറഞ്ഞു, ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവരും വഴിപ്പെടുത്തപ്പെട്ടവരാണല്ലോ. ലൗ അന്നക അമർത ശയാതീന യുസവ്വിറൂന ലി സൂറത അബി, എന്റെ ഉപ്പാന്റെ ഒരു രൂപം, ഉപ്പാന്റെ രൂപം, അത് നിങ്ങള് പ്രിയപ്പെട്ട ഭർത്താവെ സുലൈമാൻ നബിയെ ജിന്നുകളും ശൈത്താന്മാരൊക്കെ വഴിപ്പെടുത്തപ്പെട്ട ആളാണ്. അപ്പൊ അവരോട് പറഞ്ഞാല് അവർക്ക് വലിയ മനുഷ്യന്മാരെക്കാൾ കഴിവുള്ള ആളുകളാണല്ലോ. എന്റെ ഉപ്പാന്റെ ഒരു രൂപം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അവരുണ്ടാക്കി തരൂലേ? അങ്ങനെ അവർ രൂപം ഉണ്ടാക്കിയാല്, അങ്ങനെ അത് എന്റെ റൂമില് ആ രൂപം കൊണ്ടുവന്ന് വെച്ചാൽ അതിങ്ങനെ അനാ ഫിഹ അറാഹു ബുക്രത്തം വാശിയ, രാവിലെ വൈകുന്നേരം ഇങ്ങനെ എന്റെ ഉപ്പാന്റെ രൂപം കണ്ടാൽ എനിക്ക് എന്റെ ദുഃഖം പോകും, എനിക്കൊരു സന്തോഷം ഉണ്ടാകും എന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ശൈത്താന്മാരോട് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു രൂപന്റെ ഉപ്പാന്റെ രൂപം ഉണ്ടാക്കി തരുമോ എന്ന് വെച്ചു. ഇവളല്ലേ പഞ്ചാര വാക്ക് കേട്ടപ്പോ സുലൈമാൻ നബി അന്നായിക്കോട്ടെ, എന്റെ ഇഷ്ടല്ലേ, എന്നായിക്കോട്ടെ, എന്നാ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ രൂപം ഉണ്ടാക്കി. ഫഅമറ സുലൈമാൻ അശ്ശയാത്തീൻ അൻ യുമസ്സലു ലഹാ സൂറത അബീഹാ ഫീ ദാരിഹാ, അങ്ങനെ രൂപം ഉണ്ടാക്കി വീട്ടിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, സുലൈമാൻ നബി അലൈഹിസ്സലാം ആ രൂപമുണ്ടാക്കി കൊടുത്തതിന് ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയാൽ, അവിടുന്ന് ആ റൂമിൽ നിന്ന് അവിടുന്ന് പുറത്തു പോയാൽ, അവളുടെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയാൽ, ഇദാ ഖറജ സുലൈമാനു മിൻ ദാരിഹാ തഖദു ഇലൈഹി, അവള് ഈ പെണ്ണ് പോകും, അവളുടെ തോഴിമാരോടൊപ്പം പോകും. എന്നിട്ട് ഫതസ്ജുദു ലഹു വയസ്ജുദുന ലഹു മഅഹാ, ഇവളും ഉള്ള തോഴിമാരും അവിടെ ചെല്ലും. എന്നിട്ട് ഈ ഉപ്പാന്റെ ബിംബം ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ, ആ ബിംബത്തിന് മുന്നിൽ സുജൂദ് ചെയ്യും.
ഇവളല്ലേ, രാജ്ഞിയല്ലേ, രാജ്ഞിയെ സുജൂദ് ചെയ്യുമ്പോ തോഴിമാര് അവരും സുജൂദ് ചെയ്യും. ഇങ്ങനെ സുജൂദ് ചെയ്യാൻ തുടങ്ങി. 40 ദിവസം അങ്ങനെ കഴിഞ്ഞു. 40 ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ശിർക്ക് നടന്നു. ബിംബത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ നടന്നു. രാജാതിരാജനായ റബ്ബിന് അത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന് അത് പൊരുത്തമുണ്ടായില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം മഹാനവറുകളുടെ അധികാരത്തിന്റെ രഹസ്യമാണ് ഖാത്തം, മോതിരം. മഹാനവറുകൾ അത് ആവശ്യങ്ങൾക്ക് വേണ്ടി മലമൂത്ര വിസർജനത്തിന് പോകുമ്പോ അത് ഊരിവെക്കും. ഭാര്യമാരോട് ബന്ധപ്പെടാൻ പോകുന്ന സമയത്ത് അത് ഊരിവെക്കും. അശുദ്ധിയുള്ള സമയത്ത്, ജനാബത്തുള്ള സമയത്ത് ആ മോതിരം ഇടൂല. കക്കൂസിൽ പോകുമ്പോൾ ഇടൂല. അശുദ്ധിയുള്ള സമയത്തൊന്നും ആ മോതിരം ഇടൂല. കാരണം അവിടെ എന്തുണ്ട്? അതും എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് മോതിരം അവിടെ ഊരിവെച്ചു. മോതിരം ഊരിവെച്ച നേരത്തെ ശൈത്താൻ, അത് ആ ശൈത്താൻ ഏത് ശൈത്താനാണ്? ഇബ്ലീസിന്റെ അനുയായികളിലെ സ്വാഹിബുൽ ബഹറായ ശൈത്താൻ, സമുദ്രത്തിലുള്ള ശൈത്താൻ. അലാ സൂറത്ത് സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ വന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ വന്നിട്ട് തന്റെ ഭാര്യയായ പെണ്ണിനോട്, അമീന എന്ന പേരുള്ള ഭാര്യയാണ് എന്നും അഭിപ്രായമുണ്ട്, അല്ല ഇവള് തന്നെയാണ് ജറാദ എന്ന പേരുള്ള ഭാര്യയാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഒരു ഭാര്യയോടൊപ്പമുള്ള ദിവസമായിരുന്നു. യാ അമീന ഖാത്തമി, എവിടെ എന്റെ മോതിരം കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ എന്തായി? മോതിരം കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. ആർക്ക്? സുലൈമാൻ നബിയുടെ രൂപത്തിൽ വന്നു. ആര്? ശൈത്താനാണ് ഇട്ടുകൊടുത്തത്. ശൈത്താൻ ആ മോതിരം ഇട്ടു. ശൈത്താന്റെ കയ്യിൽ മോതിരം ഇട്ട് ശൈത്താൻ പുറത്തിറങ്ങിയതോടുകൂടെ ആളുകളൊക്കെ കൂടി. പക്ഷികൾ വന്നു, അതേപോലെ മറ്റുള്ള ജിന്നുകൾ, ശൈത്താന്മാർ വന്നു, മനുഷ്യന്മാര് വന്നു, കൊട്ടാരത്തിലെ പണ്ഡിതന്മാര് വന്നു, എല്ലാവരും വന്നു, അധികാരങ്ങൾ വന്നു ചേർന്നു. ഒറിജിനൽ സുലൈമാൻ നബി പ്രാഥമിക ആവശ്യം കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചു, എവിടെ എന്റെ മോതിരം എന്ന് ചോദിച്ചു. ഏതാങ്ങളെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാന് സുലൈമാനാണ്. എന്ത് സുലൈമാൻ? എവിടുത്തെ സുലൈമാൻ? എന്റെ സുഖല്ലേ എന്ന് വെച്ചാൽ ആട്ടിവിട്ടു. എന്റെ ഭർത്താവ് സുലൈമാൻ ആ സുലൈമാൻ നബിയാണ്. ആ സുലൈമാൻ നബിക്ക് മോതിരം ഞാൻ കയ്യുമിട്ട് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂപ്പർ അവിടെ കൊട്ടാരത്തിലുണ്ട്, സിംഹാസനത്തിലുണ്ട്, അവിടെ പോയോക്കുന്നു. സുലൈമാൻ നബി അവിടെ ചെന്ന് നോക്കുമ്പോണ്ട് കൊട്ടാരത്തില് സിംഹാസനത്തിലൊരാള് അല്ലേ, തന്റെ അതേ രൂപത്തിൽ. സുലൈമാൻ നബിക്ക് മനസ്സിലായി ഇതാരാണ്? ശൈത്താനാണ്. ഞാൻ അപകടത്തിൽപ്പെട്ടു. സുലൈമാൻ നബി അലൈഹിസ്സലാം പലസ്തീന്റെ മണ്ണിലൂടെ നടന്ന ആളുകളെ കണ്ടു. ആളുകളൊക്കെ പറഞ്ഞു, ഞാൻ സുലൈമാനാണ്, ഇവിടുത്തെ ഭരണാധികാരി സുലൈമാനാണ്. നിങ്ങൾക്ക് എന്താ പ്രാന്ത? ചങ്ങ എനിക്ക് പ്രാന്താന്ന് വെച്ചു. എല്ലാവരും ജുനൂനാണ്, മജ്നൂനാണെന്ന് പറഞ്ഞ് കളിയാക്കി. സുലൈമാൻ നബി അലൈഹിസ്സലാം ആര് പറഞ്ഞാലും അംഗീകരിക്കുന്നില്ല. നാട്ടുകാർ അംഗീകരിക്കുന്നില്ല, പണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. 40 ദിവസത്തേക്ക് അധികാരം റബ്ബ് നഷ്ടപ്പെടുത്തുകയാണ്. മഹാനവറുകൾ നാട് വിട്ടു അല്ലേ. അങ്ങനെ ഒറ്റപ്പെട്ട് കണ്ണീരൊലിപ്പിച്ച് കടലിൽ നിന്ന് മത്സ്യം പിടിച്ച്, ആ മത്സ്യം ഓരോ ദിവസവും 2 മത്സ്യം പിടിക്കും. ഒന്നിനെ അങ്ങാടി കൊണ്ടുപോയി വിൽക്കും. അത് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് കുറച്ച് റൊട്ടി വാങ്ങും. ഒരു മത്സ്യത്തെ വേവിച്ച് തിന്നുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. 40 ദിവസം ഇങ്ങനെ അള്ളാഹു പരീക്ഷിച്ചു. 40 ദിവസം പരീക്ഷിച്ചു. 40 ദിവസമായപ്പോൾ ഫലമ്മാ മലത്ത് 40 സബാഹ, 40 ദിവസമായപ്പോൾ അപ്പൊ ശൈത്താനും അള്ളാഹ് അനുവദിച്ചു കൊടുത്തത് എന്താണ്? 40 ദിവസത്തെ അധികാരമുള്ളൂ. അത് കഴിഞ്ഞ അള്ളാഹു അവനെ പുറത്താക്കി. ശൈത്താനെ അവിടുന്ന് പുറത്താക്കി. ശൈത്താൻ അവിടുന്ന് പോയി. ഓൻ പോകുമ്പോ എന്തെന്ന് അറിയോ? സുമ്മ മർറഫിൽ ബഹരി, ഓൻ ബഹറിന്റെ ശൈത്താനാ, കടലിലെ ശൈത്താന. ഓൻ കടലിലേക്ക് പോകുമ്പോ ഓന് ചതിയും കൂടെ ചെയ്തു. ഖദഫൽ ഖാതമ ഫീഹി, ഈ മോതിരം ഇനി എനിക്കും അധികാരം വേണ്ട, സുലൈമാനും അധികാരം വേണ്ട. ഓൻ കുരുട്ട് ബുദ്ധിയാണല്ലോ. ഓ മോതിരം കടലിൽ എറിഞ്ഞു. ഓന്റെ പണിയൊക്കെ പോയി. കടലിലേക്ക് മോതിരം എറിഞ്ഞപ്പോൾ റബ്ബിന്റെ തീരുമാനമാണ്. കടലിലെ ഒരു മത്സ്യം ആ മോതിരം വിഴുങ്ങി. കടലിൽ വന്ന് ചാടിയപ്പോ ഒരു മീൻ പോയി അതുകൊണ്ട് മുണുങ്ങി, അതിന് കൊത്തി മുണുങ്ങി. അങ്ങനെ
അങ്ങനെ അത് വലയിൽ ആ മത്സ്യം പിന്നെ വലയിൽ കുടുങ്ങാണ്. ആ മത്സ്യം വലയിൽ കുടുങ്ങി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു ദിവസം കിട്ടിയ 2 മത്സ്യങ്ങൾ, ആ 2 മത്സ്യങ്ങളിൽ ഒന്നുകൊണ്ട് 2 മത്സ്യങ്ങൾ കിട്ടി. ഒന്നിന്റെ വയറ്റിലായിരുന്നു മോതിരമുള്ളത്. സുലൈമാൻ നബിക്ക് അറിയില്ല. അത് അള്ളാഹു അങ്ങനെ തെരഞ്ഞെടുത്തു. ഒരു മത്സ്യം കൊണ്ടുപോയി വിറ്റു, അതുകൊണ്ട് റൊട്ടി വാങ്ങി. പിന്നെ 2ാമത്തെ മത്സ്യം അത് നന്നാക്കാൻ വേണ്ടി അതിന്റെ വയറൊക്കെ കീറുകയാണ്. ആ കീറി അതിനെ കീറി മുറിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് അതിനെ പാചകം ചെയ്യാൻ വേണ്ടി അതിന്റെ ഉള്ളിലുണ്ട് മഹാനവറുകളുടെ മോതിരം. മഹാനവറുകൾ അത് കയ്യിലണിഞ്ഞു. അള്ളാഹുവിന്റെ മുന്നിൽ വഖർന സാജിദ സുജൂദ് ചെയ്തു റബ്ബിനോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ ആ മോതിരം കയ്യിലണിഞ്ഞതോടുകൂടെ എല്ലാവരും വന്നു. ജിന്നുകൾ വന്നു, പക്ഷികൾ വന്നു, പറവുകൾ വന്നു, മൃഗങ്ങൾ വന്നു. മഹാനവറുകൾക്ക് അധികാരം തിരിച്ചു കിട്ടി എന്ന് സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പല തഫ്സീറുകളിൽ ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. മഹാനായ ഈ അധികാരം പോയി എന്നത് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. കാന സബഉ ഫിത്നത്ത് സുലൈമാൻ അന്നഹു അമറ അൻ ലാ യതസവ്വജ ഇംറഅതൻ ഇല്ലാ മിൻ ബനി ഇസ്രായീൽ വതസവ്വജ ഇംറഅതൻ മിൻ ഗൈരിഹിം ഫഉഖിബ അലാ ദാലിക. പല അഭിപ്രായങ്ങൾ പറഞ്ഞു പല മുഫസ്സിരീങ്ങൾ. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായിരുന്നു, പടച്ച റബ്ബിന്റെ കൽപ്പന ഉണ്ടായിരുന്നു. എന്താണ് റബ്ബിന്റെ കൽപ്പന? സുലൈമാൻ നബിയെ ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട ഭാര്യമാരെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ. പക്ഷെ അത് ഈ പെണ്ണിന്റെ കാര്യത്തിൽ അത് എന്ത് ചെയ്തു? ലംഘിച്ചു. ഈ പെണ്ണ് ബനൂ ഇസ്രായേലി കുടുംബത്തിൽപ്പെട്ട പെണ്ണായിരുന്നില്ല. അപ്പൊ അള്ളാന്റെ കൽപ്പന ഉണ്ടായിരുന്നു കെട്ടാം. അല്ലേ? എണ്ണം 100 1000 പല അഭിപ്രായം ഉണ്ടല്ലോ. അത് എത്രയാണെങ്കിൽ അള്ളാഹു ആലം. അത് അനുവദിച്ച എണ്ണം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കല്യാണം കഴിക്കാം. പക്ഷേ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. എന്താണ് നിബന്ധന? ബനൂ ഇസ്രായേലിൽപ്പെട്ട പെണ്ണിനെ കെട്ടാൻ പാടുള്ളൂ. ഈ പെണ്ണിനെ കെട്ടിയത് ആ കൽപ്പന ലംഘിച്ചു. അപ്പൊ ആ കൽപ്പന ലംഘിച്ച കാരണത്താലാണ് ഇങ്ങനെ ശിക്ഷ കൊടുത്തത് എന്ന് പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് തന്റെ ദർബാറിനകത്ത് 40 ദിവസം ശിർക്ക് ചെയ്തു. അതിന് അല്ലാഹു 40 ദിവസത്തേക്ക് അധികാരം നഷ്ടപ്പെടുത്തി എന്ന് അങ്ങനെ പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അധികാരം തിരിച്ചു കിട്ടി. പിന്നെയും അങ്ങനെ ഭരണാധികാരം മുന്നോട്ട് കൊണ്ടുപോയി. മഹാനവറുകൾ തന്റെ 53ാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. മരണം ഫലമ്മ ഖളൈനാ അലൈഹിൽ മൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരണത്തിന്റെ ചരിത്രമൊക്കെ വിശുദ്ധമായ ഖുർആൻ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ, ആ മരണവും വലിയൊരു അത്ഭുതമായിരുന്നു. മരിച്ചിട്ട് അത് മനസ്സിലായില്ല. മഹാനവറുകൾ തന്റെ വടി കുത്തിപ്പിടിച്ച നിലയിലായിരുന്നു. അതിന് പിന്നെ ചെതല് കയറി. എന്നിട്ടൊക്കെയാണ് ആളുകൾക്ക് മരിച്ചു എന്ന വിവരം പോലും മനസ്സിലായത്. അതൊക്കെ വളരെ വിശദമായ ചരിത്രങ്ങളാണ്. അള്ളാഹു അതൊക്കെ കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സമയം വൈകിയത് കൊണ്ട് അതിലേക്കൊന്നും പ്രവേശിക്കുകയല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് യാസീൻ ഓതി ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പല ആളുകളും വളരെ നേരത്തെ വന്ന ആളുകളാണ്. 10 മണിക്കും 11 മണിക്കൊക്കെ വന്ന ആളുകളുണ്ട്. ഒരേ ഇരിപ്പങ്ങനെ ഇരുന്ന് അൽഹംദുലില്ലാഹ് ഇത്രയും നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നമ്മൾ ഇരുന്ന് ചെയ്ത എല്ലാ ഇബാദത്തുകളും സൂറത്തുൽ കഹ്ഫ് ഓതി, സ്വലാത്തുകൾ ചൊല്ലി, ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, ജുമുഅക്ക് പങ്കെടുത്തു, സുന്നത്തുകൾ നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ് നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത വലിയ വലിയ ലോകത്തുണ്ടാക്കിയ ചില അത്ഭുതങ്ങൾ, അതിൽ നിന്നൊക്കെ പഠിക്കേണ്ട പാഠങ്ങൾ അല്ലാഹു അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരൽപ്പം ഇസ്തിഗ്ഫാർ തഹ്ലീൽ യാസീനോട് നമുക്ക് ദുആ ചെയ്ത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം.